സൂര്യന്റെ ഏറ്റവും അടുത്തൂടെ സഞ്ചരിക്കുന്ന മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. സൂര്യന്റെ അതിതാപം ചുട്ടരിക്കുമോ എന്ന ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് സൂര്യന് ഏറ്റവും അടുത്തൂടെ പറക്കുന്ന മനുഷ്യനിർമ്മിത വസ്തു എന്ന ബഹുമതി നേടിയിരിക്കുകയാണ് നാസയുടെ പാർക്കർ സോളാർ പ്രോബ് പേടകം. ഇക്കഴിഞ്ഞ ഡിസംബർ 24-ന് സൂര്യന്റെ ഏറ്റവും പുറംകവചമായ കൊറോണയിലൂടെ പാഞ്ഞ പാർക്കർ സോളാർ പ്രോബ് സുരക്ഷിതമാണെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും വെറും 3.8 മില്യൺ മൈൽ അടുത്തുകൂടിയാണ് ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ച നാസയുടെ പാർക്കർ സോളാർ പ്രോബ് മണിക്കൂറിൽ 6,92,000 കിലോമീറ്റർ വേഗതയിൽ പറന്നത്. സൂര്യന് ഏറ്റവും അടുത്തെത്തുന്ന മനുഷ്യനിർമ്മിത വസ്തു എന്ന നാഴികക്കല്ല് ഇതോടെ പാർക്കർ സോളാർ പ്രോബ് സ്വന്തമാക്കി. എന്നാൽ ഈ ചരിത്ര പറക്കലിനിടെ സോളാർ പ്രോബ് പേടകത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് ആശങ്കകൾ ഏറെയുണ്ടായിരുന്നു. സൂര്യന്റെ കൊറോണ പാളിയിലെ 1700 ഫാരൻഹീറ്റ് അഥവാ 930 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടിനെ മറികടന്നു വേണമായിരുന്നു പേടകത്തിന് സഞ്ചരിക്കുവാൻ. എന്നാൽ അതിശക്തമായ ചൂടിനും റേഡിയേഷനും പാർക്കർ സോളാർ പ്രോബിനെ കരിച്ചു കളയുവാനായില്ല. സൂര്യന് ഏറ്റവും അടുത്തൂടെ പറന്ന ശേഷം പാർക്കർ സോളാർ പ്രോബ് ഭൂമിയിലേക്ക് തിരികെ സന്ദേശം അയച്ചതായി നാസ അറിയിച്ചു. മേരിലാൻഡിലെ ജോൺ ഹോപ്കിൻസ് അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിലാണ് സോളാർ പ്രോബിൽ നിന്നുള്ള സന്ദേശം ലഭിച്ചത്. കൂടുതൽ വിശദമായ ഡേറ്റ പേടകത്തിൽ നിന്ന് പുതുവത്സര ദിനത്തിൽ 2025 ജനുവരി 1 ലഭിക്കുമെന്നാണ് നാസയുടെ പ്രതീക്ഷ. സൂര്യന്റെ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ പ്രഭാവലയമാണ് കൊറോണ. സൂര്യന്റെ ഈ പുറം കവചത്തെ ഏറ്റവും അടുത്തെത്തി നിരീക്ഷിക്കുന്ന നാസയുടെ റോബോട്ടിക് ബഹിരാകാശ വാഹനമാണ് സോളാർ പ്രോബ് എന്നറിയപ്പെടുന്ന പാർക്കർ സോളാർ പ്രോബ്. 685 കിലോഗ്രാമാണ് പാർക്കർ സോളാർ പ്രോബ് പേടകത്തിന്റെ ഭാരം. 2018 ഓഗസ്റ്റ് 12-ന് ഫ്ലോറിഡയിലെ കനാവെറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നായിരുന്നു അതിന്റെ വിക്ഷേപണം. 2024 ഡിസംബർ 24-ന് സൂര്യനും ഏറ്റവും അടുത്തൂടെ പറന്ന പാർക്കർ സോളാർ പ്രോബ് റെക്കോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സൗരക്കാറ്റുകളടക്കമുള്ള സൂര്യന്റെ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാനാണ് സോളാർ പ്രോബിനെ നാസ അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.